ഇല്ല. പക്ഷെ എന്തായാലും അഫ്സൽ ഞാൻ അറിഞ്ഞതനുസരിച്ച് ഈ പറയുന്ന പോലെ തന്നെ മ്യൂസിയം സ്റ്റേഷനിൽ വന്ന് കരഞ്ഞ് മെഴുകി തൻ്റെ അക്കൗണ്ട് തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അഫ്സൽ അമീർ, ഐ എം റിയലി സോറി, കാര്യം ഞാൻ പറഞ്ഞതിൽ ചില കാര്യങ്ങളിൽ തെറ്റുണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ ഗൈസ്, അങ്ങനെ കുറച്ച് ദിവസമായിട്ട് എല്ലാവരുടെയും ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഈ പറയുന്ന വ്യക്തി ബിഗ് ബോസ് സീസൺ 6 ഉണ്ടായിരുന്ന കണ്ടസ്റ്റന്റ് പുറത്തിറങ്ങിയതിന് ശേഷം പാസ്വേഡ്, ഇൻസ്റ്റാഗ്രാമിൻ്റെ പാസ്വേഡ് തിരിച്ചു പിടിക്കാനായിട്ട് ഈ പറയുന്ന പോലെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു. അഫ്സലിൻ്റെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ എന്തോ പോലീസ് കേസ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് ഒക്കെ കണ്ട്, പിന്നെ വേറെ കുറച്ച് വീഡിയോസും കണ്ടു. അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്തൊരു വീഡിയോ ഉണ്ട്, RJ ആൻഡപ്പൻ്റെ വീഡിയോ. RJ ആൻഡപ്പൻ വന്നിട്ട് കുറച്ച് കാര്യം പറയുന്നുണ്ട്. അഫ്സൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കരഞ്ഞ് മെഴുകി എന്നും മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് പോകാം. ആദ്യം തന്നെ RJ ആൻഡപ്പൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇറങ്ങിക്കഴിഞ്ഞതും അവളുടെ അക്കൗണ്ട് നീ കയ്യിലെടുത്ത് അതിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്ത് മെയിൽ ID മാറ്റി നിൻ്റെ കയ്യിൽ വെച്ച് നീ ആക്ച്വലി മുങ്ങിയിരിക്കുകയായിരുന്നു എന്ന് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ജാസ്മിനും ഫാമിലിയും കൂടെ പോയി കേസ് കൊടുത്ത്. ആക്ച്വലി ആദ്യം അഫ്സലിനെ വിളിച്ച സമയത്ത് അഫ്സൽ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് അത് കഴിഞ്ഞിട്ട് അഫ്സലിനെ അമ്മയെ വിളിച്ച് അമ്മ ത്രൂ ആണ് അഫ്സലിനെ കണക്ട് ചെയ്തത്. ആൻഡ് പിന്നീട് അഫ്സൽ വന്ന് ഈ പറയുന്ന പോലെ തന്നെ കംപ്ലൈൻറ്റ് കൊടുത്തുള്ള FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് എന്തായാലും അത് ഒഴിവായി, കാരണം പാസ്വേഡും കാര്യങ്ങളും സംഭവങ്ങളും എല്ലാം കൊടുത്തു. അത് പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്തോ ബാക്കി കാര്യങ്ങൾ എന്തോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ എന്തായാലും അഫ്സൽ ഞാൻ അറിഞ്ഞതനുസരിച്ച് ഈ പറയുന്ന പോലെ തന്നെ മ്യൂസിയം സ്റ്റേഷനിൽ വന്ന് കരഞ്ഞ് മെഴുകി ജാസ്മിന് തൻ്റെ അക്കൗണ്ട് തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. കരഞ്ഞ് മെഴുകി സോറി പറഞ്ഞ് പാസ്വേഡ് തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ് വ്യക്തമായിട്ട് RJ ആൻഡപ്പൻ പറഞ്ഞത്. അപ്പം ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ ആൻഡപ്പനെ കോൺടാക്ട് ചെയ്തു. അതിന് ഞാനും ഉണ്ടായിരുന്നു, അഫ്സലും ഉണ്ടായിരുന്നു. ഞങ്ങൾ കോൺഫറൻസ് ഇട്ട് സംസാരിച്ചപ്പം പുള്ളിക്കാരൻ കുറേ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. വേറെ ഒന്നുമല്ല, ആ പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവം, അതായത് പോലീസ് സ്റ്റേഷനകത്ത് നടന്ന സംഭവമല്ല, പോലീസുകാർ അഫ്സലിൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ നടന്ന സംഭവം. ശരിക്കും പറഞ്ഞാൽ അവൻ പോലീസ് സ്റ്റേഷനിലോ കാര്യങ്ങളിലോ ഒന്നും പോയിട്ടില്ല. അപ്പം അതൊരു തെറ്റിദ്ധാരണ ഉണ്ടായതാണ് ഈ RJ ആൻഡപ്പൻ്റെ അടുത്ത്. അത് ആര് പറഞ്ഞു കൊടുത്തതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പറഞ്ഞു കൊടുത്ത വ്യക്തിക്ക് ഭയങ്കര സല്യൂട്ട് ഉണ്ട് കേട്ടോ. അവൻ വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന അവനെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവൻ കരഞ്ഞു മെഴുകി വയസ്സ് കൊടുക്കുക. അവൻ എന്തുകൂടെ കൊലക്കുറ്റം വല്ലതും ചെയ്തത്? അവൻ എന്തിനു ഒളിവിപ്പോണം? ഇതൊക്കെ എനിക്ക് മനസ്സിലാവാത്ത. ഇനി ആ പോലീസുകാരനോട് സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പ് ഈ പറയുന്ന RJ ആൻഡപ്പൻ കേട്ടപ്പം പുള്ളിക്കാരന് കുറേ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. പുള്ളിക്കാരൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അന്വേഷിച്ചു, ഇങ്ങനെയൊക്കെ ഈ പറഞ്ഞതുപോലൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടോയെന്ന്. അങ്ങനെ ഒരു സംഭവങ്ങൾ നടന്നിട്ടില്ല എന്ന് വ്യക്തമായിട്ട് ബോധ്യമായി. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ആൾക്കാർ വളച്ചൊടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മാർച്ച് 6-ാം തീയതി ഈ പറയുന്ന വ്യക്തിയുടെ കൂടെ ഇരുന്നാണ് ഈ പറയുന്ന പാസ്വേഡും കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന കണ്ടസ്റ്റൻറ്റിൻ്റെ വീട്ടിലിരുന്ന് ഇവർ അഫ്സലും ഈ പറയുന്ന വ്യക്തിയും കൂടെ ഒരുമിച്ചിരുന്ന്. അപ്പം ഈ പറയുന്ന പുള്ളിക്കാരിയുടെ ചാറ്റിനകത്ത് തന്നെ ഉണ്ട്. മാർച്ച് 6-ാം തീയതിയിലത്തെ ചാറ്റ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് തന്നെ ഈ ഒരു പാസ്വേഡ് കിടപ്പുണ്ട്. അപ്പോൾ പിന്നെ അവൻ മെയിൽ ID കാര്യങ്ങളൊന്നും അവൻ ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ആ പോലീസുകാർ വിളിച്ച് ചോദിച്ച സമയത്ത് അവൻ ഇത് തന്നെ പറഞ്ഞത്. അവനെ വിളിച്ചപ്പോൾ 3-4 വട്ടം അവനെ വിളിച്ചു, അവൻ ഫോൺ എടുത്തില്ല, അവൻ എന്തോ വർക്കിലായിരുന്നു. അതിനുശേഷം അവൻ്റെ അമ്മയെ വിളിച്ചു, അമ്മ വഴി കണക്ട് ചെയ്യാനായിട്ട് നോക്കി. അങ്ങനെ അമ്മ വിളിച്ച് പറഞ്ഞപ്പോൾ അവൻ തിരിച്ച് പോലീസുകാരെ അങ്ങോട്ട് വിളിച്ചപ്പം ഈ കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, സാർ ഞാൻ അതെല്ലാം ഓൾറെഡി കൊടുത്തതാണ്, എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല. അങ്ങനെ തന്നെയാണ് അവൻ പറഞ്ഞത്. അല്ലാതെ അവനത് പിടിച്ചടക്കി വെക്കാനോ എടുക്കാനോ അവൻ അതിൻ്റെ കാര്യമില്ല. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു കാര്യം ബോധ്യപ്പെട്ടതിന് ശേഷം RJ ആൻഡപ്പൻ ഇന്നലെ മാപ്പ് പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അഫ്സൽ അമീർ, ഐ എം റിയലി സോറി, കാര്യം ഞാൻ പറഞ്ഞതിൽ ചില കാര്യങ്ങളിൽ തെറ്റുണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ ഐ ആം സോറി. അപ്പോൾ അഫ്സലിനോട് സോറി പറഞ്ഞതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങൾ തെറ്റുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ മുഴുവൻ ആദ്യമായിട്ട് പറയാം. ഇപ്പം ഞാൻ വിവിയും അഫ്സലും ഇവരൊരുമിച്ചായിരുന്നു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരുമായിട്ട് സംസാരിച്ചു. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ അവരുടെ ഒഫീഷ്യൽസുമായിട്ട് സംസാരിച്ചു. ഇന്നലെ ഈ കേസ് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്ന ആളുമായിട്ട് ഞാൻ സംസാരിച്ചു. അല്ലാതെയും കുറച്ച് പോലീസ് ഓഫീസേഴ്സുമായിട്ട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞു. ക്ലോസ് സർക്കിളിലുള്ള 2-3 പേരുമായിട്ടും ഞാൻ സംസാരിച്ചു. സോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ന്യായമായിട്ടുള്ള അതിൻ്റെ ക്ലീൻ ആൻഡ് ഒരു സംഭവം ഞാൻ പറയാം. ഈ പറയുന്ന പോലെ തന്നെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇൻസ്റ്റാഗ്രാം ആണെന്നാണ് എൻ്റെ വിശ്വാസം. കേട്ടല്ലോ, ഈ പുള്ളിക്കാരൻ തന്നെ വിളിച്ചിട്ട് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് വന്നിരുന്ന് പറയുന്നത്. ഇതിനകത്ത് കുറേ ആൾക്കാർ ചെന്നിരുന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്, വിവി വിളിച്ച് ബ്രെയിൻ വാഷ് ചെയ്തു, നിന്നെയൊക്കെ ഭീഷണിപ്പെടുത്തി. എന്തോന്നടേ നീയൊക്കെ വന്ന് പറയുന്നത്? നിനക്കൊന്നും ഒരു ബോധമില്ലേ? ഞങ്ങളത് ചെയ്യേണ്ട കാര്യം എന്താ? മെയിനായിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണ്?
ഞാൻ ഇതൊക്കെ ചെയ്ത് കാണിക്കേണ്ട അവരുടെ പേഴ്സണൽ ലൈഫിനകത്തോട്ട് ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ ചേഞ്ച് ചെയ്യുക, ഞാൻ ബ്രെയിൻ വാഷ് ചെയ്യുക, എനിക്കെൻ്റെ കാര്യമില്ല. നമ്മുടെ കണ്ണിൽ കാണുന്ന സത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയണോ? അല്ലാതെ ഒരു നെഗറ്റീവായിട്ട് ഈ പറയുന്ന ഇല്ലാത്ത കാര്യങ്ങൾ വന്ന് നമുക്ക് ഉണ്ടാക്കി പറയേണ്ട ആവശ്യം എന്തുവാ? അപ്പോൾ ഇതിൻ്റെ താഴത്തെ കമൻസുകൾ നിങ്ങൾ പോയി നോക്കണം. നീ ഇപ്പം മലക്കം മറിഞ്ഞു, വിവി വിളിച്ച് നിന്നെ ബ്രെയിൻ വാഷ് ചെയ്തു, അവൻ ഏറ്റവും വലിയ കള്ളൻ എന്നൊക്കെ പറയാനാണ് കമൻറ്റ് ചെയ്യുന്നത്. എടീ, നമ്മൾ സത്യം പറയുമ്പോഴത്തേക്കും നിനക്കൊക്കെ ഭയങ്കരമായിട്ട് കുരു പൊട്ടുന്നെങ്കിൽ നീയൊക്കെ അത് എൻ്റെ കയ്യിൽ കുഴപ്പമല്ല, നിനക്കൊക്കെ നല്ല രീതിയിൽ പൊട്ടിക്കുന്ന രീതിയിൽ നിനക്കൊക്കെ ഞാൻ തരുന്നുണ്ട്. വരട്ടെ, നീയൊക്കെ എവിടം വരെ നിൻ്റെയൊക്കെ കുരു പൊട്ടുമെന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ നല്ല രീതിയിൽ ഞാൻ അങ്ങ് തരാം. അപ്പം നിനക്കൊക്കെ നല്ല സമാധാനപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ അങ്ങ് തരാം. ഓക്കെ, അപ്പം എന്തായാലും ബാക്കിയുടെ കേട്ട് നോക്കാം. അത് പറ്റുന്നുണ്ടായിരുന്നില്ല. ആൻഡ് അത് അഫ്സലിൻ്റെ കയ്യിലായിരുന്നു ഈ പറയുന്ന പോലെ തന്നെ മെയിലും പാസ്വേഡും കാര്യങ്ങളും എല്ലാം. പക്ഷേ ഈ പറയുന്ന സംഭവം ഇതിന് ഞാൻ ക്ലാരിറ്റി തരുന്നതിന് മുമ്പ് എന്തായാലും ആദ്യം ഈ സംഭവം ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ പാസ്വേഡ് ലോഗിൻ ചെയ്യാൻ പറ്റാതായി കഴിഞ്ഞ് അഫ്സലിനെ കുറേ തവണ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. അഫ്സൽ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. സ്വാഭാവികം ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ എല്ലാ സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ അഫ്സൽ കോൾ എടുക്കണം എന്ന് പറയുന്നതിൽ ഒരു ന്യായീകരണവും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇവരടുത്ത ദിവസം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തു. ദിയാസനയും റസ്മിനും ഉണ്ടായിരുന്നു എന്നാണ് എനിക്കറിയണത്. പക്ഷെ എനിക്ക് കൃത്യ റസ്മിനെ കുറിച്ച് എനിക്കറിയില്ല. ഏതൊരു ഫ്രണ്ട് ഉണ്ടെന്നും കൂടെ ഞാൻ അറിഞ്ഞു. പിന്നെ ഫാമിലിയും ആണ് ഈ പോയി കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അഫ്സലിനെ അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു നോക്കി. പക്ഷെ അഫ്സൽ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അഫ്സലിൻ്റെ അമ്മയായിട്ട് കോൺടാക്ട് ചെയ്തു. അമ്മ അഫ്സലിനെ വിളിച്ചു. അവിടുന്ന് ശേഷം പിന്നീട് അഫ്സൽ ഈ പറയുന്ന പോലെ തന്നെ SIയെ തിരിച്ച് വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ആ വോയിസ് ക്ലിപ്പ് ആക്ച്വലി അഫ്സൽ എന്നെ കേൾപ്പിച്ചു കേട്ടോ. ആ വോയിസ് ക്ലിപ്പ് അഫ്സൽ എന്നെ കേൾപ്പിച്ചു എന്ന് വ്യക്തമായിട്ട് ആൻഡപ്പൻ പറയുന്നുണ്ട്. മനസ്സിലായല്ലോ, അതാണ് സംഭവം നടന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇത് സത്യം പറഞ്ഞാൽ ഇല്ലാത്ത കഥയാണ്. കാര്യം ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് ആരാണ് ഇത് പറഞ്ഞു കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന ഇവരുടെ കൂടെ നിൽക്കുന്ന ഏതെങ്കിലും ഈ പറയുന്ന ഒരു ബോധമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ചോണം, വീട്ടിലിരുന്ന വ്യക്തി സ്റ്റേഷനിൽ പോയി, അവർ കാല് പിടിച്ച് മെഴുകി മാപ്പ് പറഞ്ഞ് ഇൻസ്റ്റഗ്രാം പാസ്വേഡ് കൊടുക്കുന്നത്. എന്തോന്നിട ഇതൊക്കെ? എന്തിനാണ് ഈ ഇല്ലാത്ത കഥ പറയുന്നത്? അവൻ ഈ ഒരു വിഷയത്തിനകത്ത് പോലും അവനില്ല. അവൻ്റെ വഴിക്ക് പോവുകയാണ്. അവൻ ഒന്നിലും വരാൻ അവന് താല്പര്യമില്ല. വീണ്ടും എന്തിന് അവൻ്റെ പേര് ഇങ്ങനെ പറഞ്ഞ് ഇല്ലാത്ത കഥകൾ ഇങ്ങനെ വരുത്തുന്നത് എന്തിനെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിപ്പം ഈ ഒരു വീഡിയോ ആൻഡപ്പൻ ഇട്ടതിൻ്റെ പേരിൽ ആൻഡപ്പനോട് ഞാൻ സംസാരിച്ച പുള്ളിക്കാരൻ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പം പുള്ളിക്കാരൻ അത് അക്സെപ്റ്റ് ചെയ്ത് തന്നെ വലിയൊരു കാര്യം. പക്ഷേ ആൻഡപ്പൻ ഈ ഒരു വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അവന് വരുന്നതെന്ന് നിങ്ങൾക്കറിയോ? അവൻ്റെ പേരിൽ പെയ്ഡായിട്ടുള്ള പ്രൊമോഷൻ നടത്തിയിട്ട് അവനെ ഇല്ലാതാക്കും എന്നുള്ള രീതിയിൽ ഒറിജിനൽ ഓരോരുത്തരുടെ ID നിന്ന് വന്നിട്ട് കമൻറ്റ് ചെയ്യുവാണ് അവൻ്റെ പോസ്റ്റിൻ്റെ താഴെ പോയി. നിങ്ങൾ പോയി നോക്കണം. അതായത് ഈ ഇത്രയും ബോധമില്ലാത്ത ആൾക്കാർ ഇങ്ങനൊരു ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നെങ്കിൽ ഓക്കെ, ഇതില്ലാത്ത കാര്യങ്ങൾ എന്തിനും ഉണ്ടാക്കി പറഞ്ഞിട്ട് ഒരാളെ പബ്ലിക്കിൻ്റെ മുന്നിൽ ഇത്രയും ഡിഫെയിം ചെയ്ത് കാണിക്കുന്നത് എന്തിനാണ്? അവൻ്റെ ഭാഗത്ത് അവനും ഈ പറയുന്ന വ്യക്തിയും തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിലും അഥവാ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ആ കേസിൻ്റെ വഴിക്ക് തന്നെ ആയിരിക്കും പോണത്. ഇത് ഒരു പാസ്വേഡിൻ്റെ ഇതിൻ്റെയും പേരിൽ ആ വ്യക്തി വന്ന് വീഡിയോ ഇടുന്നു. ആ വീഡിയോ ഇടുന്നത് അത് അവരുടെ റൈറ്റ്സ് ആണ്, അത് അവരിട്ടോട്ടെ, അതിനകത്ത് ഞാൻ പറയണില്ല. പക്ഷേ എന്നാൽ പോലും എന്തിനാണ് ഇത്രയും തോന്നിവാസങ്ങൾ പറഞ്ഞു പരത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടാണ്, അതായത് ഈ പറയുന്ന ആൻഡപ്പൻ ഈ ഒരു വീഡിയോ ഇട്ടത്. ആൻഡപ്പൻ ഈ ഒരു വീഡിയോയിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ വ്യക്തമായി അത് അന്വേഷിച്ചിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, കൂടെ ഉള്ള ആൾക്കാർ തന്നെ ഇങ്ങനെയുള്ള അനാവശ്യങ്ങൾ പറഞ്ഞ് പരത്തുവാണ്. അവൻ വന്നിട്ടുണ്ടായിരുന്നു, അവൻ മാപ്പ് പറഞ്ഞു, കാല് പിടിച്ചു, കരഞ്ഞു എന്നൊക്കെ. ഒന്നും പറയാനില്ല കേട്ടോ. എന്തായാലും ബാക്കിയോടെ കേട്ട് നോക്കാം. അഫ്സലുമായിട്ട് ഞാൻ കുറേ നേരം സംസാരിച്ചു. അഫ്സൽ എന്നെ കേൾപ്പിച്ചു. അപ്പോൾ അതിനകത്ത് അഫ്സൽ അത് പറഞ്ഞു. എന്തായാലും അത് കേസ് രജിസ്റ്റർ ചെയ്യുകയോ ബാക്കി കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് ആദ്യത്തെ ഒന്ന് ക്ലിയർ ചെയ്യാണ്. അതിൽ കേസോ കാര്യങ്ങളോ ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് ഒത്തു തീർത്തു, രണ്ട് കൂട്ടരും കൂടെ അത് ഒത്തു തീർത്തു. ഇനി രണ്ടാമത്തെ വിഷയം, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് അഫ്സൽ സ്റ്റേഷനിൽ വന്ന് കരഞ്ഞു മെഴുകി പാസ്വേഡ് തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന പോലെ തന്നെ അഫ്സൽ കരയുകയോ മെരുകയോ സംഭവമൊന്നുമല്ല. അഫ്സൽ ഫോൺ ത്രൂ ആണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ പറയുന്ന പോലെ തന്നെ വിളിച്ചു. ആ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേസ് ക്ലോസ് ആയി, എടുത്തിട്ടില്ല. ഇത്രയേ ഉള്ളൂ സംഭവം. ശരിക്കും പറഞ്ഞാൽ ഫോണിൽ പോലീസുകാർ വിളിച്ചപ്പോഴത്തേക്ക് അവൻ കാര്യം പറഞ്ഞു, ഓക്കെ എന്നും പറഞ്ഞിട്ട് അവർ ഫോൺ വെച്ചു. ഇതിന് വീട്ടിൽ ഇരിക്കുന്ന അവനെ കൊണ്ടുവന്ന് അവിടെ ആക്കി, അവിടെ നിന്ന് കരഞ്ഞു മെഴുകി. എൻ്റെ പൊന്നോ, ഇതൊക്കെ ആരാന്നോ എന്തോ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. എന്തായാലും പറഞ്ഞു കൊടുത്ത ആളെ ഞാൻ സമ്മതിച്ചു തരുന്നത് കേട്ടോ. എന്തിനാണിത് ഇങ്ങനെയൊക്കെ വന്നിരുന്ന് ഈ പറയുന്ന ഭയങ്കര ഫേക്ക് അലിഗേഷൻസ് പറയേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഒരാളെ പറ്റിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ, ഞാനിപ്പം ആൻഡപ്പൻ്റെ അടുത്ത് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാം,
നമ്മളിപ്പോൾ റിയാക്ഷൻ വീഡിയോസ് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതിനെ പറ്റിയിട്ട് വ്യക്തമായ ബോധ്യം ഉണ്ടെങ്കിലും നമ്മൾ പറയാവൂ, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് നമ്മുടെ ചെവിയിൽ ഓരോ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ട് വേണം വീഡിയോ ചെയ്യാൻ. ഇതിപ്പോൾ അവന് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡിഫമേഷൻ കേസ് അവന് കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റും ഈ ഒരു വിഷയത്തിൽ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അവനെ കിടന്ന് ചീത്ത വിളിക്കുക. നിനക്ക് നാണം ഉണ്ടോടാ? നീ പോയി കരഞ്ഞ് മെഴുകിയില്ലേ? പിന്നെ വേറെ കുറേ വായി നോക്കിയുള്ളൂ. എണ്ണയും തേച്ച് മുടിയും പറ്റിച്ച് ചീപ്പിക്കൊണ്ട് നടക്കുന്നൊരു പൊട്ടാൻ വന്നിരുന്ന് എന്തൊക്കെയോ വന്നിരുന്ന് പറയുക, റിവ്യൂവേഴ്സിനെ വന്നിരുന്ന് അങ്ങ് ചീത്ത വിളിക്കുക. അവനൊരു ബോധമില്ല. സീസൺ 4 ഒരു കണ്ടസ്റ്റന്റിന്റെ പുറയിൽ ഇതേപോലെ ഇങ്ങനെ നിരന്തരം വീഡിയോ ചെയ്തുകൊണ്ടിരുന്നു. ആ പറയുന്ന കണ്ടസ്റ്റന്റിന്റെ അച്ഛൻ എന്നെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇവന്റെ നമ്പറിന് വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നെ ആ വീഡിയോ എല്ലാം മുക്കി ഇവൻ മാപ്പ് പറഞ്ഞെന്നൊക്കെയാണ് പറയുന്നത്. ഒരു ബോധമില്ലാത്തൊരുത്തൻ. ഞാൻ അവൻ്റെ പേരെടുത്ത് പറയാൻ പോലും എനിക്ക് താല്പര്യമില്ല. പണ്ട് അവൻ്റെ വീഡിയോ കാണാറില്ല, ഇന്നും കാണാറില്ല, ആരും കാണാറുമില്ല. വേറൊരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിനകത്ത് നിങ്ങൾ ആലോചിക്കണം, ഇടപെടുന്ന എല്ലാവർക്കും ചീത്ത വിളിക്കുകയാണ്. എന്നെയാണ് മെയിനായിട്ട് ചീത്ത വിളിക്കുന്നത്. ഞാനാണ് ബ്രെയിൻ വാഷ് ചെയ്തത്. നിനക്കൊക്കെ എന്ത് ബോധമുണ്ട്? നീ ഏതാദ്യം പറ. ഒരു വിഷയം കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, അതിന് പൊട്ട് സ്വന്തമായിട്ട് അങ്ങ് പ്രഖ്യാപിച്ച് ഈ പറയുന്ന പോലെ അഫ്സൽ അവിടെ ചെന്ന് മെഴുകി എടുത്ത്. ഞാൻ ചോദിക്കട്ടെ, അവന് എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്താണ്? അവന് മെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യാനും എടുക്കാനുള്ള അതിൻ്റെ ആവശ്യം എന്താണ്? ഇനി നിങ്ങൾക്ക് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനം ഞാൻ കേൾപ്പിച്ചു തരാം. ഇതിനെ പറ്റിയിട്ട് ദിയാസന റിയാക്ട് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, ഫിലിമി ബീറ്റ് എന്ന് പറയുന്ന ഒരു ചാനലിൽ. ദിയാസന ഈ ഒരു വിഷയത്തിൽ അവരെ ആരുടെയും പേഴ്സണലി അവരുടെ ആരുമല്ല, ഞാനും അവരുടെ പേഴ്സണലി ആരുമല്ല. ഞാൻ അഫ്സലിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഫ്രണ്ടാണ്. ഈ പറയുന്ന വ്യക്തിയുടെ ഒരു ഫ്രണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വ്യക്തിയും അങ്ങനെ തന്നെയാണ് ദിയാസന. അപ്പം ദിയാസന ഈ റിയാക്ട് ചെയ്ത ഒരു കാര്യത്തിനകത്തോട്ട് തീർച്ചയായിട്ടും എനിക്ക് റിയാക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ദിയാസന ആദ്യം പറഞ്ഞ കാര്യം ഞാൻ ഒന്ന് കേൾപ്പിക്കാം. ഇൻസ്റ്റ അക്കൗണ്ട് തിരിച്ചു പിടിക്കാൻ വേണ്ട നടപടിക്രമങ്ങൾ മ്യൂസിയം സ്റ്റേഷനിൽ പരാതി കൊടുക്കുക എന്നുള്ളതാണ്. ഈ തരത്തിലൊക്കെ അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടന്ന് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ ഹാക്ക് ചെയ്യുന്ന രീതിയിലോട്ടൊക്കെ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത് അല്ല, അത് ആ കുട്ടിയുടെ കയ്യിലെ കൊടുത്തിട്ട് പോയത്. അയാൾ തിരികെ നൽകേണ്ട ഉത്തരവാദിത്തം അയാൾക്ക് ഉണ്ടായിരുന്നു. അയാൾ ഇവളോടുള്ള പ്രശ്നത്തിൽ അയാൾ ആ അക്കൗണ്ട് പിടിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. അത് മാത്രമല്ല ആ കുട്ടി ചെയ്യുന്നത്. ആ കുട്ടി പല കംപ്ലൈന്റുകളും മുന്നോട്ട് കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് ഈ ആങ്കർ പറഞ്ഞ ഡയലോഗ് കേട്ടോ, ഇത്തരത്തിൽ നിങ്ങൾ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാം കൈവശപ്പെടുത്താനും പിന്നെ ഹാക്ക് ചെയ്ത് അത് മിസ്യൂസ് ചെയ്യാന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. എന്തോന്നാണ് ഈ സംസാരിക്കുന്നത്? നിനക്കൊന്നും ഒരു ബോധമില്ലേ? ഹാക്ക് ചെയ്യാനോ? അവൻ്റെ കയ്യിലിരുന്ന സാധനം എന്തിനാണ് അവൻ ഹാക്ക് ചെയ്യുന്നത്? അവൻ്റെ കയ്യിലിരുന്ന സാധനത്തിനകത്ത് പാസ്വേഡ് പോലും അവനൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. അത് ഹാക്ക് ചെയ്യണമെന്ന് ഒരു ബോധമില്ലാതെ അങ്ങ് വിളിച്ച് പറയുക. എന്നിട്ട് തൊട്ടപ്പുറത്ത് ദിയാസന കൊടുക്കുന്ന മറുപടി കണ്ടില്ലേ, കൈവശപ്പെടുത്താനുള്ള അധികാരമൊന്നുമില്ല. അവൻ എവിടെ കൈവശപ്പെടുത്തി? അവൻ എവിടെങ്കിലും പറഞ്ഞു അവൻ ആ സാധനം കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്ന്? അല്ല, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവനോട് നിങ്ങളും സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അവൻ അത് തിരിച്ചു കൊടുക്കില്ല എന്ന്? ഈ പറയുന്ന പോലെ തന്നെ ആ വ്യക്തിയുടെ യൂട്യൂബ് ചാനൽ ഏകദേശം ഭയങ്കരമായിട്ടുള്ള ഫോളോവേഴ്സും ഒക്കെ ഉള്ള ഒരു യൂട്യൂബ് ചാനലാണത്, സബ്സ്ക്രൈബേഴ്സ് ഉള്ള. അവൻ അതിനകത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് ഈ ഇല്ലാത്ത ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല ഈ നാട്ടുകാർക്ക്. അല്ല, ബാക്കിയോടെ കേട്ടു നോക്കാം. വീട്ടിൽ പോലും കയറാതെ ആ കുട്ടി എയർപോർട്ടിൽ നിന്ന് നേരെ വരുന്നത് ഇവിടെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണെന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ ആളിന്റെ കൺസേൺ പോലീസ് സ്റ്റേഷൻ അവിടെ ആയതുകൊണ്ടാണ് അവരുടെ അടുത്തേക്ക് എത്തിപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ അവരുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത്. തിരിച്ചു പിടിച്ചു, ഇൻസ്റ്റാഗ്രാം പാസ്വേഡ് ഞാൻ തിരിച്ചു പിടിച്ചു. നിങ്ങൾ എന്തുപാട് ചെയ്ത്? നിങ്ങളൊരു കാര്യം സിമ്പിളായിട്ട് പറയാം. വേറെ ഒരു വ്യക്തി എവിടെയെങ്കിലും ഇതുപോലെ ഏതെങ്കിലും ഇപ്പോൾ റിയാലിറ്റി ഷോ അല്ലെന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിന് പോയി ഇത്തരം കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പം ജീവിതമേ മൊത്തത്തിൽ തകരുന്ന അവസ്ഥയിൽ നിൽക്കുമ്പം ആദ്യം നമ്മുടെ വീട്ടുകാരെയാണോ അതോ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ജീവിതമാണോ തിരിച്ചെടുക്കാൻ നോക്കുന്നത്, അതോ ഇൻസ്റ്റാഗ്രാം പാസ്വേഡ് ആണോ തിരിച്ചെടുക്കാൻ നോക്കുന്നത്? ഇത് പറഞ്ഞു കണ്ടില്ലേ, തിരിച്ചെടുത്തു. ആ കുട്ടി തിരിച്ചു പിടിച്ചു ഇൻസ്റ്റാഗ്രാം പാസ്വേഡ്. എത്തൂന്നടിയത് ഇൻസ്റ്റാഗ്രാം പാസ്വേഡിന് വേണ്ടിയിട്ടാണോ നീയൊക്കെ ഇത്രയും കിടന്ന് അടി കൊടുക്കുന്നത്? അത് ഫോർഗെറ്റ് അടി. പാസ്വേഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർഗെറ്റ് അടിക്കാം. മെയിൽ ഐ ഡി എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് എനിക്കറിയത്തില്ല. ഞാനിത് വ്യക്തമായിട്ട് അഫ്സലുമായിട്ട് പറഞ്ഞ് ഞാൻ എൻ്റെ ഭാഗത്ത് ഞാൻ ഇത് പറയാനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചോണം. ഞാൻ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാൻ വന്ന് പറയണത്. ആ പറയുന്ന വ്യക്തിയുടെ ചാറ്റിനകത്ത് തന്നെ ഈ സാധനം കിടപ്പുണ്ട്. അത് മാത്രമല്ല ഫോണിൻ്റെ നോട്ട്സിനകത്ത് തന്നെ കിടപ്പുണ്ടെന്ന് പറയുന്നത്. എന്നിട്ടാണ് പറയുന്നത് ആ കുട്ടി തിരിച്ചു പിടിച്ചു. അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഇൻസ്റ്റാഗ്രാം പാസ്വേഡ് സ്വാതന്ത്ര്യ സമരത്തിന് അങ്ങനെ പോയിട്ട് വന്നോ? ആ കുട്ടി ഇൻസ്റ്റാഗ്രാം പാസ്വേഡ് തിരിച്ചു പിടിച്ചു എന്ന്. പിന്നെ വേറെ കുറേ കേസുകളും പുറകിലുണ്ടെന്ന്. ഓക്കെ, ധൈര്യമായിട്ട് കൊണ്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഒരു വിഷയത്തിനകത്തുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ പേരിൽ കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരും പേരിൽ കൂട്ടത്തോടെ കൊണ്ടുവന്ന് കേസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ പറയുന്നു. എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഒരു കാര്യം ഞാൻ പറയാം, ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയാണ്. ആ ഷോയ്ക്കകത്ത് നടന്നിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളെല്ലാവരും എടുത്തു വെച്ച് സംസാരിച്ചിരിക്കുന്നത്. പകുതി യൂട്യൂബേഴ്സ് ആയാലും എടുത്തു വെച്ച് സംസാരിച്ചിരിക്കുന്ന ആ റിയാലിറ്റി ഷോയിൽ നടന്ന കാര്യങ്ങളാണ്. അല്ലാതെ പിന്നെ പേഴ്സണൽ ലൈഫിലോട്ട് എന്ന് പറയുന്നത് എന്നെ ചിലപ്പം പറയുമായിരിക്കും.
അഫ്സലിൻ്റെ പേര് ഈ പറയുന്ന വ്യക്തി തന്നെയാണ് അവിടെ വലിച്ചിട്ടത്. അതിൻ്റെ ക്ലിപ്പിംഗ് ഉൾപ്പെടെ എടുത്ത് വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഹോട്ട്സ്റ്റാറിൽ. ഞാനാണ് ആദ്യമേ അഫ്സലിൻ്റെ ആ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ത്രൂ പുറത്ത് വിടുന്നതും അഫ്സലിൻ്റെ ക്ലാരിഫിക്കേഷൻ എന്താണ് ഈ വിഷയത്തിൽ പറയേണ്ടതെന്നൊക്കെ ഞാൻ വന്ന് നിങ്ങളെല്ലാം കേൾപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഡിഫെയിം ചെയ്യാനോ എടുക്കാനുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഞാനൊരു തേങ്ങയും ചെയ്തിട്ടില്ല. ഡിഫമേഷന് ഞാനൊരു അസഭ്യ വർത്തമാനോ ഞാൻ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള തമ്മിലോ ഞാൻ ഒരു സാധനങ്ങളും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ എൻ്റെ വീഡിയോസിനകത്തെല്ലാം ഞാൻ വന്നിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഭയങ്കര മോശക്കാരി ആക്കിയിട്ടുള്ള രീതിയിലൊന്നും ഞാൻ ചിത്രീകരിച്ചിട്ടില്ല. ആ വ്യക്തി കാണിച്ച പ്രവൃത്തി ശരിയല്ല എന്നാണ് എൻ്റെ ചാനലിൽ ഞാൻ വന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നീയൊക്കെ കുറേ എണ്ണം വന്ന് പറയാൻ നീയൊക്കെ പേടിച്ചിട്ടാണ് ഇവിടെ നീയൊക്കെ വീഡിയോ ചെയ്യാത്തത്, നാണമുണ്ടോ? എടാ എന്തിനാടാ പേടിക്കുന്നത്? എന്തിനു പേടിക്കണം? ഇവിടെ മറ്റേ ഒരാൾക്ക് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്, ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന സാധനമുണ്ട്. മാന്യമായിട്ടുള്ള രീതിയിൽ വന്ന് വിമർശിക്കാൻ പറ്റും. ഞാൻ മോശമായിട്ടുള്ള രീതിയിൽ വന്ന് വിമർശിച്ചിട്ടില്ല. അത് നീ ആദ്യം ആലോചിക്കും. വേറെ കുറേ വായി നോക്കിയാൽ വന്നിരുന്ന് ഇപ്പം വന്നിരുന്ന് റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞിരുന്ന് വീഡിയോ ചെയ്യുന്നവന്മാരുടെ താഴെ പോയൊക്കെ നീ വന്നിരുന്ന് കമൻ്റ് ഇടുന്ന കാണുന്നുണ്ട്. സൈബർ ബുള്ളിങ് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു. എടാ നിനക്കൊക്കെ നിന്നെയൊക്കെ സത്യം പറഞ്ഞുണ്ടല്ലോ, നിന്നെയൊക്കെയാണ് പേടിച്ചാറൊക്കെ അറിയണം. നിന്നെയൊക്കെ ഈ പറയുന്ന വേഗം അടിക്കാത്തൊക്കെ വന്നിരുന്ന കമൻ്റ് ഇടുന്നവന്മാർ. അതുകൊണ്ട് മേലെ ഇമാതിരിയുള്ള ഡയലോഗൊന്നും വന്നിട്ട് ഇവിടെ വന്ന് അടിക്കാൻ നിൽക്കരുത്. ഓക്കെ? അപ്പം ഇതിൻ്റെ ബാക്ക് ടു ബാക്ക് വീണ്ടും ഇപ്പോൾ കുറേ സംഭവങ്ങളൊക്കെ വരുന്നതെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് പറയുന്നത് വരട്ടെ, ഇത് ആരെല്ലാം കൊന്നോ? അല്ലെങ്കിൽ ഇപ്പോൾ എന്തോ നമ്മളെ കോടതി അങ്ങ് ഡെത്ത് പെനാൽറ്റിക്ക് നമ്മളെ അങ്ങ് വിധിക്കും. നമ്മൾ ചെയ്തത് ഭയങ്കര അപരാധമാണെന്ന് പറഞ്ഞിട്ട് അതാണോ ചെയ്യുന്നത്? നടക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.